ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് മെയ് 31 തിരുസഭ പരിശുദ്ധ കന്യകാ മറിയത്തിൻ്റെ സന്ദർശന തിരുനാൾ ആഘോഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൽ ധ്യാന വിഷയമാക്കുന്നത് മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്നതാണ്. മറിയത്തിൻ്റെ ഈ സന്ദർശനം സാമുവേൽ പ്രവാചകന്റെ 2-ാം പുസ്തകത്തിൽ വിവരിക്കുന്ന വാഗ്ദാന പേടകവുമായി ബന്ധപ്പെട്ട യാത്രയുമായി നിരവധി സമാനതകളുള്ളതായി കാണാം. അവിടെ ദാവീദ് രാജാവ് ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളുടെയും രാജാവായതിനു ശേഷം ബാലെ യൂദായിൽ നിന്ന് വാഗ്ദാന പേടകം ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നതായി കാണുന്നു. യാത്രാമധ്യേ വാഗ്ദാന പേടകത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലും ശക്തിയിലും ദാവീദ് ഭയപ്പെട്ട് കർത്താവിന്റെ പേടകം എൻ്റെ അടുക്കൽ വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കുന്നു. അതേ തുടർന്ന് പേടകം ഓബദ് ഏദോമിന്റെ ഭവനത്തിൽ 3 മാസം വച്ചിരിക്കുന്നു. 3 മാസങ്ങൾക്ക് ശേഷം വലിയ സന്തോഷത്തോടും ദൈവസ്തുതികളോടും കൂടെ വലിയ ഘോഷയാത്രയുടെ അകമ്പടിയോടെ ജെറൂസലേമിലേക്ക് അതിനെ കൊണ്ടുവരുന്നു. ദാവീദ് രാജാവ് അത്യുത്സാഹത്തോടെ കർത്താവിന്റെ മുമ്പിൽ തുള്ളിച്ചാടി നൃത്തം ചെയ്യുന്നു. ഈ പശ്ചാത്തലം മനസ്സിൽ വച്ചുകൊണ്ട് ലൂക്കാ സുവിശേഷത്തിലെ മറിയം എലിസബത്തിനെ സന്ദർശിക്കുന്ന ഭാഗം വായിക്കുമ്പോൾ വ്യക്തമാകുന്നത് മറിയം പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം എന്നാണ്. പഴയ നിയമത്തിലെ വാഗ്ദാന പേടകം പോലെ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തേക്ക് യാത്ര ചെയ്യുന്നു. പേടകം ഓബദ് ഏദോമിന്റെ വീട്ടിൽ 3 മാസം ഇരുന്നതുപോലെ മറിയം സഖറിയായുടെ വീട്ടിൽ 3 മാസം താമസിക്കുന്നു. ആളുകൾ വലിയ ആർപ്പുവിളികളോടും സന്തോഷത്തോടും കൂടെ പേടകത്തെ ജെറൂസലേം നഗരത്തിലേക്ക് സ്വീകരിച്ചതുപോലെ മറിയം എലിസബത്തിനെ അഭിവാദ്യം ചെയ്തപ്പോൾ എലിസബത്ത് അത്യുച്ചത്തിൽ ഉദ്ഘോഷിക്കുന്നു. പേടകത്തിന് മുന്നിൽ ദാവീദ് രാജാവ് നൃത്തം ചെയ്തതുപോലെ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടുന്നു. മറിയവും വാഗ്ദാന പേടകവും തമ്മിലുള്ള ഈ ബൈബിൾ ബന്ധം വളരെ അർത്ഥവത്താണ്. വാഗ്ദാന പേടകം ഇസ്രായേൽ ജനതയ്ക്ക് ദൈവിക സാന്നിധ്യത്തിന്റെ അടയാളമായിരുന്നു. അതുപോലെ മറിയം അവളുടെ ഉദരത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം പേറുന്നവളായിരുന്നു. വാഗ്ദാന പേടകത്തിൽ മന്ന ഉണ്ടായിരുന്നതുപോലെ മറിയം തൻ്റെ ഉള്ളിൽ വഹിക്കുന്നത് യഥാർത്ഥ ജീവന്റെ അപ്പമാണെന്ന് പിന്നീട് തന്നെ വിളിക്കുന്ന ക്രിസ്തുവിനെയാണ്. വാഗ്ദാന പേടകത്തിനകത്ത് 10 കൽപ്പനകൾ ഉണ്ടായിരുന്നതുപോലെ നിയമത്തിന്റെ പൂർത്തീകരണമായ ക്രിസ്തുവിനെയാണ് മറിയം സംവഹിക്കുന്നത്. പേടകത്തിനകത്ത് യഥാർത്ഥ പൗരോഹിത്യത്തെ തിരിച്ചറിയാൻ ഉപയോഗിച്ച അഹറോന്റെ തളർത്ത വടി ഉണ്ടായിരുന്നതുപോലെ മറിയത്തിന്റെ ഉദരത്തിലുള്ളത് നമ്മുടെ പാപങ്ങൾക്കായി കുരിശിൽ തന്റെ ജീവൻ അർപ്പിക്കുന്ന യഥാർത്ഥ മഹാപുരോഹിതനായ ക്രിസ്തുവാണ്. അതുകൊണ്ട് മറിയം വാഗ്ദാന പേടകം എന്ന വെളിപ്പെടുത്തൽ ക്രൈസ്തവ ജീവിതത്തിൽ അവളുടെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഇതിൽ നിന്ന് 2 ആത്മീയ ചിന്തകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. ഒന്നാമതായി, വാഗ്ദാന പേടകത്തോട് അടുക്കുക എന്നതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ വിശുദ്ധ സാന്നിധ്യത്തോട് അടുക്കുക എന്നതായിരുന്നു. ഇസ്രായേല്യർ തങ്ങളുടെ മരുഭൂ യാത്രയിൽ വാഗ്ദാന പേടകം വച്ചിരുന്ന സമാഗമ കൂടാരത്തിനോട് ചേർന്ന് താവളമടിക്കുകയും പാർക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ജെറുസലേം ദേവാലയത്തിനുള്ളിൽ ആരാധനയ്ക്കായി പ്രതീക്ഷിച്ചപ്പോൾ ആണ്ടുതോറും അവർ ദേവാലയം സന്ദർശിച്ചിരുന്നു. ഈ വാഗ്ദാന പേടകം തീർച്ചയായും ദൈവമല്ലായിരുന്നു, പക്ഷേ ദൈവിക സാന്നിധ്യത്തിലേക്ക് മനുഷ്യരെ ആനയിക്കാൻ അതിന് കഴിഞ്ഞു. പുതിയ നിയമത്തിലെ വാഗ്ദാന പേടകം എന്ന നിലയിൽ ദൈവിക സാന്നിധ്യത്തിലേക്ക് അടുക്കാൻ നമ്മെ സഹായിക്കുന്നതിൽ മറിയത്തിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. മറിയത്തെ കൂടാതെ ആത്മീയ ജീവിതത്തിന് ശക്തിയില്ല എന്ന് ചുരുക്കം. രണ്ടാമതായി, ഇസ്രായേലിന്റെ ഏറ്റവും വലിയ യുദ്ധങ്ങളിൽ ഈ വാഗ്ദാന പേടകം ഉപയോഗിച്ചിരുന്നു എന്നതാണ്. കാഹളം ഊതപ്പെടുകയും നഗരമതിലുകൾ അത്ഭുതകരമായി ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നതിന് മുമ്പ് ലേവ്യർ 7 പ്രാവശ്യം മുന്നിൽ വാഗ്ദാന പേടകവുമായി ജെറീക്കോ നഗരത്തെ ചുറ്റി നടന്നിരുന്നു. പുതിയ ഉടമ്പടിയുടെ വാഗ്ദാന പേടകം എന്ന നിലയിൽ മറിയം ഇന്ന് നമ്മുടെ ആത്മീയ പോരാട്ടത്തിൽ, അത് നമ്മുടെ സ്വന്തം ബലഹീനതകളോടും പാപങ്ങളോടുമുള്ള പോരാട്ടത്തിൽ നമ്മെ മുന്നിൽ നിന്ന് നയിക്കുന്നു. നമുക്ക് വേണ്ടിയുള്ള അവളുടെ ശക്തമായ മാധ്യസ്ഥത്തിലൂടെ വിജയം നേടാൻ നമുക്ക് കഴിയുന്നു. അതിനാൽ സ്നേഹം നിറഞ്ഞവരെ, മറിയത്തിന്റെ ശക്തമായ മാധ്യസ്ഥവും സഹായവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മറിയം നമുക്ക് ഒരു യഥാർത്ഥ മാതൃകയും പ്രചോദനവും സാന്നിധ്യവുമായി എന്നും നിലനിൽക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.